അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പേപ്പർ. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലേ 3D ക്വില്ലിംഗ് മിനിയേച്ചേഴ്സാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു മിനിയേച്ചർ, ഫുഡ് മിനിയേച്ചറാണ് കാണിച്ചു തരാൻ പോണേ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ദോശയാണിത്. അപ്പോൾ ഈ ഒരു സാധനം ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് ക്വിൽഡ് ഇതല്ല, ബട്ട് പേപ്പറാണ്. നമ്മുടെ പേപ്പർ കുറച്ച് കട്ടിക്ക് കട്ട് ചെയ്തിട്ട് അതൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കണത്. അങ്ങനെ വലിയ എക്സ്പീരിയൻസ്ഡ് പെയിൻറ്ററൊന്നും അല്ല ഞാൻ, പക്ഷെ എന്നാൽ പോലും നമുക്കറിയാമല്ലോ ഏകദേശം കളേഴ്സ് ഏതാണെന്ന്. അപ്പോൾ ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്ത ദോശയാണിത്. സർക്കിൾ പോലെ കട്ട് ചെയ്തിട്ട് വേണ്ട കളേഴ്സ് മിക്സ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുക. ഏകദേശം ഒരു ദോശയുടെ ലുക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബേസ് ഇത് ക്വില്ല് ചെയ്തതാണ്. 2 കളേഴ്സ് കോമ്പിനേഷൻ ഇട്ടിട്ടാണ് ക്വില്ല് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡാർക്ക് ഗ്രീനും ഒന്ന് വൈറ്റും. ഈ ഡാർക്ക് ഗ്രീൻ കൊടുക്കാൻ കാരണം നമ്മളെപ്പോഴും സൗത്ത് ഇന്ത്യൻ മിനിയേച്ചർ പ്ലേറ്റ്സ് കാണുമ്പോൾ അതിലൊരു ഇലയും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഇലയുടെ ഇഫക്റ്റ് കൊണ്ടുവരാനാണ് ഡാർക്ക് ഗ്രീൻ കൊടുത്തത്. പിന്നെ പ്ലേറ്റ് ആണെന്ന് അറിയിക്കാൻ വൈറ്റും, പിന്നെ ചട്നി, ഒരു റെഡ് ചട്നി ആൻഡ് വൈറ്റ് ചട്നി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ബൗളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ക്വിൽഡ് മിനിയേച്ചർ തന്നെയാണ്, 3D മിനിയേച്ചറാണ്. അതിൻ്റെ ഉള്ളിലുള്ള കളറ് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ വാട്ടർ കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാർണിഷ് അപ്ലൈ ചെയ്ത് അതിനെ കുറച്ചും കൂടെ സെക്യൂർ ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ, കാരണം വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാറ്റ് വാർണിഷ് ആയിരിക്കണം. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കളറിന് ഡിസ്റ്റോർഷൻ വരും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എത്തില്ല, അതിനൊരു ഗ്ലേസിങ് ഇഫക്റ്റ് വരും. അപ്പോൾ അത് ഞാനിത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് വെച്ചേക്കണത്. അത് ഞാൻ വഴിയ വീഡിയോസിൽ പറയാം. പക്ഷേ ഇത് അതിൻ്റെ ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ വരാം.